ഹലോ ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് ജനറ്റിക്സിന്റെ പാർട്ട് 1 ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതില് നമ്മൾ ഒരു സെഗ്മെന്റ് ആയിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങളോട് അതിന്ന് ആൻസർ ചെയ്യാനായി പറഞ്ഞിട്ട് നമ്മുടെ പാർട്ട് 2 എടുക്കുന്നതിന്റെ മുൻപ് അതിന്റെ ആൻസേഴ്സ് നമുക്ക് റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഞാനിപ്പോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫൈനൽ കുറച്ച് ടോപ്പിക്സ് ആണ്. ജനറ്റിക്സിലെ നമുക്ക് ബാക്കിയുള്ള ഒരു 5 ടോപ്പിക്സോളം വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കോഡോമിനൻസ് ആണ്. ദെൻ സെക്കൻഡ് ടോപ്പിക് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, ദെൻ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ, ദെൻ പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്ലിയോട്രോപ്പി, ദെൻ ജനറ്റിക് ഡിസോർഡേഴ്സ്. ഈ ഒരു 5 ടോപ്പിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CUET എക്സാമിന്റെ ബയോളജിയിലെ ജനറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നലത്തെ നമ്മുടെ സെക്ഷന്റെ ആൻസേഴ്സ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഇസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്? ആരായിരുന്നു? ഗ്രിഗർ ജോൺ മെന്റൽ. എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ എക്സ്പ്രസ്ഡ് ട്രൈറ്റ് ഈസ് കോൾഡ് ഡാഷ്. എന്തായിരുന്നു? ഇറ്റ്സ് ഡോമിനന്റ് ട്രൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ എന്തായിരുന്നു? 1:3. ദെൻ മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1. ഇതായിരുന്നു നമ്മൾ ഇന്നലെ തന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്സിലോട്ട് പോകാം. അപ്പൊ ആദ്യം ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോഡോമിനൻസ്. എന്താണ് കോഡോമിനൻസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ഇന്നലെ നമ്മള് മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞു, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ പറഞ്ഞു. സിമിലർലി തന്നെയാണ് എന്ത് ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ. അങ്ങനെ നമ്മൾ മെന്റലിയൻ ഡിസോർഡേഴ്സും മെന്റലിയൻ എക്സ്പെരിമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ, ജീനോടൈപ്പിക് റേഷ്യോ, അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് പറഞ്ഞു. എന്തായിരുന്നു ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്? ഒരു മോണോഹൈബ്രിഡ് ക്ലോസില് ഒരു പാരന്റിന്റെ ട്രൈറ്റും ഒരു 2 പാരന്റ്സിന്റെ ട്രൈറ്റില് ഒരു ട്രൈറ്റ് പോലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കില്ല. 2 പാരന്റ്സിന്റെയും ഒരു ഇന്റർമീഡിയറ്റ് ആയിരിക്കും F1 ജനറേഷനിൽ നമുക്ക് കിട്ടുന്നത്. എന്നാൽ F2 ജനറേഷനിൽ നമുക്ക് എന്ത് കിട്ടും? പാരന്റ്സിനെയും കിട്ടും, അതുപോലെ തന്നെ F1 ജനറേഷനും കിട്ടും. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലെ കൺക്ലൂഷൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോഡോമിനൻസ് ആണ്. കോഡോമിനൻസ്, അപ്പൊ ഒരു പാരന്റ് മാത്രം F1 ജനറേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു പാരന്റും എക്സ്പ്രസ് ചെയ്യാത്ത കേസ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ പറഞ്ഞു. ഇനി കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാരന്റ്സും എക്സ്പ്രസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മൾ കോഡോമിനൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. The F1 generation resembles both parents. അതായത് F1 ജനറേഷനിൽ 2 പാരന്റ്സും എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കോഡോമിനൻസ് എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഏത് ബ്ലഡ് ഗ്രൂപ്പ്? ABO ബ്ലഡ് ഗ്രൂപ്പ്. ഹ്യൂമൻസിന്റെ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്തിന് എക്സാമ്പിൾ ആണ്? കോഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മുടെ ഈ ഒരു ABO ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ പേരാണ് IG. എന്താണ്? IG. അപ്പോ നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു കോഡോമിനൻസിന്റെ എക്സാമ്പിൾ എന്താണ്? ABO ബ്ലഡ് ഗ്രൂപ്പ്, ഹ്യൂമന്റെ ABO ബ്ലഡ് ഗ്രൂപ്പ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ABO ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണ്? ഏതാണ് ജീന്? I ജീൻ. I ജീൻ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പ് എന്നത് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, RBCയുടെ ഔട്ടറിൽ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഈ പ്ലാസ്മ മെംബ്രെയിനിൽ ചില ഷുഗർ പോളിമേഴ്സ് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഷുഗർ പോളിമേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ജീനിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു
ഐ എന്ന് പറയുന്ന ജീനിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലീൽസ് ഉണ്ട്. മെയിൻ ആയിട്ട് 3 അലീൽസ് ആണ് ഉള്ളത്, IA, IB ആൻഡ് I. ഇനി നമ്മുടെ ഈ IA എന്ന് പറയുന്ന ഷുഗർ ആണ്, അല്ലെങ്കിൽ ഈ ഒരു അലീലാണ് നമ്മുടെ ഈ ഒരു പ്ലാസ്മ മെംബ്രെയിന്റെ സറൗണ്ടിങ്സിൽ ഉള്ളതെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? A ആയിരിക്കും, A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ബി എന്ന് പറയുന്ന അലീലാണ് പ്രസന്റ് എങ്കിൽ ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? ബി ആയിരിക്കും. ഇനി ഒരു ഷുഗറും ഇല്ല എങ്കിൽ ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? O ആയിരിക്കും. ഇനി 2 ഷുഗേഴ്സും പ്രസന്റ് ആണ്, അതായത് A എന്ന് പറയുന്ന ഷുഗറും ഉണ്ട്, ബി എന്ന് പറയുന്ന ഷുഗറും നമ്മുടെ ഈ ഒരു RBCക്ക് പ്ലാസ്മ മെംബ്രെയിനിൽ, RBCയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ സറൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്? അത് ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? AB ആയിരിക്കും എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു കോ ഡോമിനൻസ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഈ IA, IB എന്ന് പറയുന്ന ജീനുകൾ എപ്പോഴും ആരെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും? അതായത് I എന്ന് പറയുന്ന ഷുഗേഴ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻസ് ആർക്കായിരിക്കും? ഡോമിനൻസി ആർക്കായിരിക്കും? എക്കായിരിക്കും. ഇനി IB, I ആണെങ്കിലും ഡൊമിനൻസി ആർക്കായിരിക്കും? ബിക്കായിരിക്കും. മനസ്സിലായോ? അപ്പൊ കോ ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 2 പേരും, അതായത് രണ്ടും ഉള്ളവരെല്ലാം എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഹ്യൂമൻസിന്റെ ABO ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഈ ഒരു ABO ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ പേരാണ് I ജീൻ. ഓക്കെ അല്ലേ? ABOനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണ്? I ജീൻ ആണ്. അറിയാലോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. ഇനി ഈ ഒരു I ജീന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലീൽസ് ഏതാണ്? IA, IB ആൻഡ് I. ഇനി ഈ IAയും IBയും ഷുഗേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ ഒരു RBCയുടെ സറൗണ്ടിങ്സില്, പ്ലാസ്മ മെംബ്രെയിന്റെ സറൗണ്ടിങ്സില് പ്രസന്റ് ആണെങ്കിൽ, IA ആണ് പ്രസന്റ് എങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? A ആയിരിക്കും. ഇനി IB ആണ് പ്രസന്റ് എങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് B ആയിരിക്കും. I ആണെങ്കിൽ, അതായത് വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അവിടെ ഷുഗർസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ I ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? O ആയിരിക്കും. ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് O ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി IAയും IBയും പ്രസന്റ് ആണെങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? AB. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസ് ഈ കോഡോമിനൻസുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതെന്ന്? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അതിന്റെ എത്രത്തോളം ഫീനോടൈപ്പിക്കൽ പോസിബിൾ ആണെന്നുള്ളത് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇതിനെ പാരന്റ് 1 എന്നും പാരന്റ് 2 എന്നും കൺസിഡർ ചെയ്യാം. അപ്പൊ പാരന്റ് 1ൽ നിന്ന് വരുന്ന അലീൽ, അതായത് ഇത് ഫാദറും ഇത് മദറാന്ന് വിചാരിക്കാം. ഫാദറിൽ നിന്ന് വരുന്ന അലീൽ IA ആണെങ്കിൽ, മദറിൽ നിന്ന് വരുന്ന അലീൽ IA ആണെങ്കിൽ, ജനിക്കുന്ന കുട്ടിയുടെ ജീനോടൈപ്പ് എന്താവാനാണ് ചാൻസ്? IA. സോ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? A ആയിരിക്കും. ഇനി പാരന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് IA, ഇനി പാരന്റ് 2ന്റെ ബ്ലഡ് ഗ്രൂപ്പ്, അതായത് മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് IB, അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് എന്തായിരിക്കും? IA, IB, which shows the blood group of offspring AB. ഇനി സിമിലർലി IA ഫാദറിന്റെ, I മദറിന്റെ, അങ്ങനെയാണെങ്കിൽ IA, I ആയിരിക്കും കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞു IA, I വന്നു കഴിഞ്ഞാൽ ഡൊമിനൻസി ആർക്കാണ്? IAക്കാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാവാനാണ് ചാൻസ്? A അല്ലേ? ഇനി നെക്സ്റ്റ് IB, IA എന്തായിരിക്കും കുട്ടിയുടെ ജീനോടൈപ്പ്? IA, IB. ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? AB ആയിരിക്കും. ഇനി IB ആണെങ്കിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് B. IB, I ആണെങ്കിൽ ഡൊമിനൻസി IBക്കാണ്. സോ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? B ആയിരിക്കും. ഇനി പാരന്റ് 1ന്റെ ബ്ലഡ് ഗ്രൂപ്പ് Iയും പാരന്റ് 2ന്റെ ബ്ലഡ് ഗ്രൂപ്പ് Iയും, അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് എന്താവാനാണ് ചാൻസ്? I. ദാറ്റ് മീൻസ് ഓസ്പ്രിങ്ങിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അഥവാ ബേബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും?
O ആയിരിക്കും. കാരണം ഒരു ഷുഗർ അവിടെ എന്തല്ല, പ്രസന്റ് അല്ല. അപ്പൊ ഇത്തരത്തിലാണ്, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരന്റ്സിൽ നിന്ന് കുട്ടിക്ക് എങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത്. നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കോഡോമിനൻസ് വെച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. എന്താണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാല് അറിയോ? അതായത് നമ്മുടെ മെന്റല് ഒരുപാട് കൺക്ലൂഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇല്ലേ? എന്താണ് മെന്റൽ പറഞ്ഞ കാര്യങ്ങള് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മെന്റൽ പറഞ്ഞത്? പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലോട്ട് പോകുന്ന എന്തോ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അതിന് അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ഫാക്ടേഴ്സ് എന്ന് വിളിച്ചു. ഈ ഫാക്ടേഴ്സ് ഇരിക്കുന്നത് എന്തായിട്ടാണ്? ജീൻ ആയിട്ടാണ്. ഈ ജീനുകൾക്ക് എന്തുണ്ട്? ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അലീൽ എന്ന് വിളിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പൊ അത്രയും കൺക്ലൂഷൻസ് ആര് പറഞ്ഞു? നമ്മുടെ മെന്റൽ പറഞ്ഞു. ഇനി അതിനെ സപ്പോസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സട്ടൺ ആൻഡ് ബോവറി, വാൾട്ടർ സട്ടനും തിയോഡർ ബോവറിയും കൊണ്ടുവന്നത്. ഓക്കെ, അവരെന്ത് ചെയ്തു? ജീൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. ജീൻ മാത്രല്ല, അവിടെ വേറെ എന്തോ ഒരു അതിനെ പാരലലി ചെയ്യുന്ന, അതായത് ഈ ജീൻസിന്റെ ബിഹേവിയറിനെ പാരലലി കൊണ്ടുപോകുന്ന വേറൊരാളുണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞു. ആരെ? നമ്മുടെ സട്ടനും ബോവറയും പറഞ്ഞു. അങ്ങനെ അവിടെ ജീനിനെ പാരലൽ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ആര്? നമ്മുടെ ക്രോമസോംസ്. അതായത് ക്രോമസോംസ് എന്ന് പറയുന്ന ടേംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? സട്ടൻ ആൻഡ് ബോവറി. അവരെന്ത് ചെയ്തു? അവരെന്താണ് പറഞ്ഞത്? Walton, Sutton and Theodore Boveri noted that behavior of chromosomes was parallel to the behavior of gene and used chromosome movement to explain Mendel's laws. അതായത് മെന്റൽസിന്റെ ലോസ് ഒക്കെ അവര് ഓക്കെ എന്ന് പറഞ്ഞു. ഈ മെന്റൽസിന്റെ ലോസിന് അവര് ജീൻസിനെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് സട്ടൻ ആൻഡ് ബോവറി എന്ത് ചെയ്തു? അതിന്റെ കൂടെ ആരും കൂടി ഉണ്ട്? ഈ ഒരു ജീനിന്റെ അതേ ബിഹേവിയർ ആർക്കും കൂടെ ഉണ്ട്? ക്രോമസോംസിനും കൂടെ ഉണ്ട് എന്നുള്ളത് വെച്ച് പറഞ്ഞു നമ്മുടെ മെന്റലിന്റെ ലോസിന്. ഇതാണ് നമ്മുടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ക്രോമസോമൽ തിയറിയിൽ എന്താണ് പറയുന്നത്? ജീൻ ഒക്വയർ ചെയ്യുന്നത് ഈ ക്രോമസോംസിലാണ്. എന്തിരിക്കുന്നത്? ക്രോമസോംസിലാണ് എന്തിരിക്കുന്നത്? ജീൻസ് ഇരിക്കുന്നത് അല്ലെ? ക്രോമസോംസിലാണ് ജീൻ ഇരിക്കുന്നത്. ഈ ജീൻസ് ഇരിക്കുന്നത് എങ്ങനെയാണ്? പെയേഴ്സ് ആയിട്ടാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ജീൻ പെയറിന്റെ അലീൽസ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഹോമോലോഗസ് സൈറ്റ്സിലായിരിക്കും. അതായത് ഹോമോലോഗസ് ക്രോമസോംസ് ഉണ്ടെന്ന് അറിയാലോ. ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഹോമോലോഗസ് സൈറ്റിലായിരിക്കും നമ്മുടെ ഈ ഒരു ജീൻസിന്റെ അലീൽസ് ഇരിക്കുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിൽ പറഞ്ഞത്? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ സട്ടൻ ആൻഡ് ബോവറി പറഞ്ഞത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഹു പ്രപ്പോസ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്? ആരാണ്? വാൾട്ടൺ സട്ടൻ ആൻഡ് തിയോഡർ ബോവറി. അപ്പൊ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ആണ്. നമ്മൾ നമ്മുടെ കുഞ്ഞേ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് 9th സ്റ്റാൻഡേർഡിലൊക്കെ 9th നമുക്ക് പഠിക്കാനുണ്ട്. 9th to 10th ആയിട്ട് ലിങ്കേജും റീകോമ്പിനേഷനും നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസിനെ പറ്റി പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ക്രോമസോംസ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽസ് പരസ്പരം കൈമാറുന്നത് എന്നതാണ് നമ്മൾ ലിങ്കേജിലൂടെയും റീകോമ്പിനേഷനിലൂടെയും നമ്മൾ പഠിക്കുന്നത്. ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടോ അതിൽ കൂടുതലോ ജീനുകൾ അതെന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ലിങ്കേജ് എന്ന് പറയാം. ആ ഒരു രണ്ടോ അതിൽ കൂടുതലോ ജീനുകളെ ലിങ്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? ലിങ്കേജ് എന്ന് പറയുന്നത്. എന്നാൽ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ
ക്രോമസോംസ് അവരുടെ ജനറ്റിക് മെറ്റീരിയല്, അതായത് രണ്ട് ഡിഫറെന്റ് ഓർഗാനിസംസ് അവരുടെ ജനറ്റിക് മെറ്റീരിയല് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീകോമ്പിനേഷൻ എന്ന് പറയും. അപ്പൊ ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീനുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിങ്കേജ് എന്ന് പറയുന്നത്. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രോമസോംസ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു പരസ്പരം. ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ റീകോമ്പിനേഷന്റെ റിസൾട്ട് ആണ് എന്ത്? നമുക്ക് ഓഫ്സ്പ്രിങ്സിന് കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ലിങ്കേജ്, എന്താണ് റീകോമ്പിനേഷൻ എന്ന് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പോളിജീനിക് ട്രേറ്റ്സും പ്ലിയോട്രോപിക് ജീൻസും ആണ്. എന്താണ് പോളിജീനിക് ട്രേറ്റ്സ് ആൻഡ് പ്ലിയോട്രോപിക് ജീൻസ്? അതായത് ഒരു ക്യാരക്ടറിനെ ഒന്നിൽ കൂടുതൽ ജീനുകൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പോളിജീനിക് ട്രേറ്റ്സ് എന്ന് പറയാം. ഈ പോളിജീനിക്കും അതുപോലെ പ്ലിയോട്രോപ്പിയും തമ്മിൽ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. പോളിജീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോളി മീൻസ് മെനി, ജീൻ മീൻസ് ജീൻസ്. അപ്പൊ കുറെ ജീനുകൾ എന്ത് ചെയ്യാണ്? ഒറ്റ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പോളിജീനിക് ട്രേറ്റ്സ് എന്ന് പറയാം. കുറെ ജീനുകൾ, ഇപ്പൊ IA, IB, IC അങ്ങനെ കുറെ ജീനുകൾ ഉണ്ടെങ്കിൽ ഈ ജീനുകള് ഒറ്റ ക്യാരക്ടറിനെ, ഒറ്റ ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പോളിജീനിക് ട്രേറ്റ്സ് എന്ന് പറയാം. ഇപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഹ്യൂമൻ സ്കിൻ കളർ ആണ്. അപ്പൊ നമ്മൾ അതിനെ ആദ്യം കൺസിഡർ ചെയ്യാണ് എന്ത്? ABC എന്ന് പറയുന്ന 3 സ്കിൻ കളറുകൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇതില് ഡോമിനേറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ ഒരാളുടെ സ്കിൻ കളർ ABC ആണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കി എടുക്കുകയാണ്? ഡാർക്ക് സ്കിൻ കളർ ആക്കി എടുക്കുകയാണ്. അപ്പൊ അത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി റിസസീവ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഏതാണ്? ABC, അത് ലൈറ്റ് സ്കിൻ കളറാണ്. അപ്പൊ ഒരു വ്യക്തിയില് ഈ ABCയില് AABBCC എന്നുള്ള ഒരു ജീനോടൈപ്പ് ആണ് ഉള്ളതെങ്കിൽ അവർക്ക് എന്ത് സ്കിൻ ആയിരിക്കും? ഡാർക്ക് സ്കിൻ ആയിരിക്കും. ഇനി സ്മോൾ ലെറ്റർ AABBCC ആണെങ്കിൽ അവരുടെ സ്കിൻ എന്തായിരിക്കും? ലൈറ്റ് കളേർഡ് ആയിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതെന്താണ്? മെനി ജീൻസ് ആണ്. ABC എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജീനുകളാണ്. അതായത് ഒന്നിൽ കൂടുതൽ ജീനുകൾ ഉണ്ട്. ഈ ഒന്നിൽ കൂടുതൽ ജീനുകൾ ഒരൊറ്റ ക്യാരക്ടറിനെയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഏത് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്? ഹ്യൂമൻ സ്കിൻ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ. അപ്പൊ ഇത്തരത്തില് കുറെ ജീനുകൾ ഒറ്റ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പോളിജീനിക് ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? പ്ലിയോട്രോപിക് ജീൻ എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ ഒരൊറ്റ ജീൻ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്? പ്ലിയോട്രോപിക്. മനസ്സിലായോ? ഒന്നിൽ കൂടുതൽ ജീനുകള് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് പോളിജീനിക് ട്രേറ്റ്. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറെ ക്യാരക്ടേഴ്സിനെ, അതായത് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ ഒരൊറ്റ ജീൻ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്? പ്ലിയോട്രോപ്പി. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്? നമ്മുടെ ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്ന ഡിസീസ്. അതായത് ഒരൊറ്റ ജീനിന് ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ വഴി, ഒരു ജീനിന് ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ വഴി നമ്മുടെ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന, ഫിനൈൽ അലാനിൻ ഹൈഡ്രോസിലേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. അതുവഴി ഒരുപാട് ഡിസീസസ് ഉണ്ടാവുന്നു. അതായത് ഒരൊറ്റ ജീനിന്റെ മ്യൂട്ടേഷൻ കാരണം ഒരുപാട് ഡിസീസസ് അല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ അത് എന്ത് ചെയ്യുന്നു? അഫക്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്? പ്ലിയോട്രോപിക് ജീനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫിനൈൽ കീറ്റോനൂറിയ. ഇപ്പൊ ഈ ഒരു പോളിജീനിക് ട്രേറ്റും പ്ലിയോട്രോപ്പിയും തമ്മിൽ എന്താന്ന് മനസ്സിലായോ? പോളിജീനിക് ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിനെ, ഒരു ക്യാരക്ടറിനെ രണ്ടോ അതിൽ കൂടുതലോ ജീനുകൾ കൺട്രോൾ ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ സ്കിൻ കളർ.
പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരൊറ്റ ജീൻ ഒരുപാട് ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആയി നമ്മൾ പറഞ്ഞത് എന്താ? ഫിനൈൽ കീറ്റോനൂറിയ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. നമ്മൾ പലരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങളെ പറ്റിയിട്ട്. ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ടൈപ്പ് ആണുള്ളത്. ഒന്ന് മെന്റലിയൻ ഡിസോർഡറും ദെൻ ക്രോമസോമൽ ഡിസോർഡറും. ഈ ഒരു ജനറ്റിക് ഡിസോർഡർ പറയുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് എന്താണ് പെഡിഗ്രി അനലൈസിസ് എന്ന് പറയണം. പെഡിഗ്രി അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഫാമിലി എടുത്തു കഴിഞ്ഞാല് അതിൽ സെവറൽ ജനറേഷൻസ്, അതായത് ഇപ്പൊ ഒരു പേഴ്സൺ, ആ പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു 5 തലമുറയെ നമുക്കൊരു ചാർട്ട് രൂപത്തില് അവരുടെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരൊറ്റ ചാർട്ടിൽ നിന്ന് നമുക്ക് അവരെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തില് ഒരു ഫാമിലി ഹിസ്റ്ററിനെ, ഒരു ഇൻഹെറിറ്റൻസ്, അതായത് ആ ഒരു പാരമ്പര്യത്തിന്റെ ഹിസ്റ്ററി ഇല്ലേ, അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് എന്ത്? പെഡിഗ്രി അനലൈസിസ് എന്ന് പറയുന്നത്. ആ ഒരു ചാർട്ടിലൂടെ, ഈ ഒരു പെഡിഗ്രി ചാർട്ടിലൂടെ നമുക്ക് ഇത്ര ജനറേഷൻസിന്റെ ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് പെഡിഗ്രി അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ ഫാമിലി ഹിസ്റ്ററി അബൌട്ട് ഇൻഹെറിറ്റൻസ് ഓഫ് എ പെർട്ടിക്കുലർ ട്രേറ്റ് പ്രൊവൈഡ്സ് ആൻ ഓൾട്ടർനേറ്റീവ്. Such an analysis of traits in a several generations of a family is called pedigree analysis. ഒരു ഫാമിലിയുടെ ജനറേഷൻസിന്റെ ഹിസ്റ്ററി, ആ ഹിസ്റ്ററി വഴി അവിടെ ഉണ്ടായിട്ടുള്ള ഇൻഹെറിറ്റൻസ്, പാരമ്പര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരമ്പരാഗതമായി ഓരോ തലമുറയ്ക്കും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഈ ഒരു അനലൈസിസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെഡിഗ്രി അനലൈസിസ് എന്ന് പറയുന്നത്. ഈ പെഡിഗ്രി അനലൈസിസ് വഴി ഒരു പെഡിഗ്രി ചാർട്ട് ഉണ്ടാക്കും. ആ ചാർട്ട് വഴിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുക? മനസ്സിലാക്കാനായിട്ട് പറ്റുക. അങ്ങനെ ഈ ഒരു ചാർട്ടില് ഈ രീതിയിലായിരിക്കും ഓരോ പേഴ്സൺസിനെയും നമ്മൾ എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഈ ഒരു സ്ക്വയറിൽ കാണുന്നത് എന്തായിരിക്കും? മെയിൽ. സ്പെറിക്കലിൽ കാണുന്നത് ഫീമെയില്. ഈ ഒരു ഷേപ്പിൽ കാണുന്നത് എന്താ? സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. ഇനി ഇത് മൂന്നും റെഡ് കളറിലാണ് കാണുന്നതെങ്കിൽ അതെന്താണ്? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഇനി ഈ മെയിലും ഫീമെയിലും ഒരു ലൈൻ കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? മാച്ചിങ് ആണ്. ഇനി 2 ലൈൻസ് ആണ് കൊടുത്തതെങ്കിൽ അത് എന്താണ്? മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, അതായത് അവർ കല്യാണം കഴിച്ചിട്ടുള്ളത് റിലേറ്റീവ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? പാരന്റ്സ്, ഇത് ചിൽഡ്രൻസ്. ഓക്കെ. ഇനി ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പാരന്റ്സ് ഉണ്ടായ കുട്ടിക്ക് എന്താണ്? എന്തോ ഒരു ഡിസീസ് അഫക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ. ഇതെന്ന് പറയുന്നത് അൺസ്പെസിഫൈഡ് ഓഫ്സ്പ്രിങ് ആണ്. ഓക്കെ. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു പെഡിഗ്രി ചാർട്ട് ഉണ്ടാവുക. ഈ ഒരു പെഡിഗ്രി ചാർട്ടിൽ ഇത്രയും സിമ്പിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പെഡിഗ്രി ചാർട്ട് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യുക, ഓരോരോ ഡിസീസുകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മെന്റലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും കൂടി നോക്കാം. മെന്റലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മ്യൂട്ടേഷൻ, അതായത് ഒരു സിംഗിൾ ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ് എന്ത്? മെന്റലിയൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസോർഡർ പാരന്റ്സിൽ നിന്ന് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വഴിയാണ് നമുക്കിത് എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് സ്റ്റഡി ചെയ്തിട്ടുള്ളത് ഈ ഒരു മെന്റലിയൻ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്തത് എന്ത് വെച്ചിട്ടാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വെച്ചിട്ടാണ്. അതായത് പാരമ്പര്യം വഴി കുട്ടികൾക്ക് ക്യാരക്ടേഴ്സ് മാത്രമല്ല എന്തും കൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്, പാരമ്പര്യ രോഗങ്ങളും കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി ഇത്തരത്തില് മെന്റലിയൻ ഡിസോർഡേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെഡിഗ്രി അനലൈസിസ് വഴി ചാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മെന്റലിയൻ ഡിസോർഡേഴ്സ് ആണ് ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫിനൈൽകീറ്റോനൂറിയ, തലാസീമിയ. ഇനി നമുക്ക് ഓരോ ഡിസീസുകളും നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഈ മെന്റലിയൻ ഡിസോർഡേഴ്സ് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ആണുള്ളത്.
ഒന്ന് ഓട്ടോസോമൽ ഡൊമിനന്റ് ട്രൈറ്റും ഒന്ന് ഓട്ടോസോമൽ റിസസീവ് ട്രൈറ്റും. ഈ ഓട്ടോസോമൽ ഡൊമിനന്റ് ട്രൈറ്റിന് എക്സാമ്പിൾ ആണ് മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഓട്ടോസോമൽ ഡൊമിനന്റ് ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് എന്തായിരിക്കും? അഫക്റ്റഡ് ആയിരിക്കും. ഇനി ഓട്ടോസോമൽ റിസസീവ് ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കുട്ടികൾ അഫക്റ്റഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു റിസസീവ് ട്രൈറ്റിന് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. ഇനി നമുക്ക് ഓരോ ഡിസോർഡേഴ്സും നോക്കാം. ഫസ്റ്റ് പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. നമ്മുടെ കണ്ണിന് റെഡ് അതുപോലെ ഗ്രീൻ കളേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശരിക്ക് കാണാനായിട്ട് പറ്റില്ല. അതായത് എല്ലാ കളറുകളും നമുക്ക് എന്ത് ചെയ്യില്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു ഡിസീസ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എക്സ് ക്രോമസോമിലുള്ള സെർട്ടൈൻ ജീൻസിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ വഴിയാണ് ഇത്തരത്തിലുള്ള ഡിസീസ് ഉണ്ടാവുന്നത്. ഇത് ഏകദേശം 8% വരെ മെയിൽസിലും 0.4% വരെ ഫീമെയിൽസിലും മാത്രമാണ് ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എക്സ് ക്രോമസോമിൽ ഉണ്ടാവുന്ന ഈ ഒരു മ്യൂട്ടേഷൻ എന്തിന് കാരണമാക്കുന്നുണ്ട്? റെഡ് ഗ്രീൻ കളേഴ്സിനെ ബ്ലൈൻഡ് ചെയ്യാനായിട്ട് കാരണമാക്കുന്നുണ്ട്. അതായത് ഈ കളറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കൂടുതലും എഫക്ട് ചെയ്യുക ആരേനെയാണ്? പുരുഷന്മാരെ എഫക്ട് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. കാരണം പുരുഷന്മാരിൽ എക്സ് ക്രോമസോം 1 ഉള്ളൂ, സ്ത്രീകളിൽ എക്സ് ക്രോമസോം 2 ഉണ്ട്. സോ ഇത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ പുരുഷന്മാരിലാണ്, കൂടുതലും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണ്. ഇത് എന്ന് പറയുന്നത് ഒരു അൺഅഫക്റ്റഡ് കാരിയർ, അതായത് ഒരു അമ്മയ്ക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ഡിസീസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ മെയിൽസ് വഴി കുട്ടിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അസുഖം കിട്ടാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ the family pedigree of Queen Victoria shows a number of hemophilic descents as she was a carrier of the disease. ക്യൂൻ വിക്ടോറിയയുടെ കേസാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇതിൽ നിന്ന് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൺഅഫക്റ്റഡ് കാരിയർ ഫീമെയിൽ, അവരിൽ നിന്ന് ഒരു മെയിൽ പ്രോജനി വഴി ഉണ്ടാവുന്ന ഡിസീസ് ഏത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സിക്കിൾ സെൽ അനീമിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് സിക്കിൾ സെൽ അനീമിയാണ്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണ്. ഇതില് 2 പാർട്ട്നേഴ്സ് എന്തായിരിക്കും, കാരിയേഴ്സ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ഡിസീസ് ആണ് ഇത് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ RBC എന്തായി മാറുന്നു, ഒരു സിക്കിൾ ഷേപ്പ് ആവുകയാണ്. അതുകൊണ്ടാണ് ഈ ഡിസീസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. നോർമലി ഒരു ഹ്യൂമന്റെ HB എന്ന് പറയുന്നത്, ഹീമോഗ്ലോബിൻ സീക്വൻസ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഇവിടെ ഈ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ആര് വന്ന് റീപ്ലേസ് ചെയ്യും, വാലിൻ വന്ന് റീപ്ലേസ് ചെയ്യും. അതായത് ഹീമോഗ്ലോബിൻ ചെയിന്റെ 6th പൊസിഷനില് ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ആര് വരും, വാലിൻ വരും. അതുവഴി ഉണ്ടാവുന്ന നമ്മുടെ RBC എന്ത് ചെയ്യുന്നു, ബൈനോക്കേവ് ഷേപ്പ് ആയിട്ട് മാറും. അങ്ങനെ ഇതൊരു സിക്കിൾ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയാം. ഇതില് ഈ GAG എന്നുള്ളത് mRNA GAG എന്തായിട്ട് മാറുന്നു, mRNA GUG ആയി മാറും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആ ഒരു ഹീമോഗ്ലോബിക് ചെയിൻ GAG ഉള്ളത് എന്തായിട്ട് മാറുന്നു, GUG ആയിട്ട് മാറുന്നു. ബൈ റീപ്ലേസിംഗ് glutamic acid into
വാലി. ഇതാണ് എന്ത് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫിനൈൽ കീറ്റോണൂറിയ ആണ്. ഫിനൈൽ കീറ്റോണൂറിയ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഒരു ജീനിന് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ഒരുപാട് ട്രേറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു ഫിനൈൽ കീറ്റോണൂറിയ എന്ന് പറയുന്നത് ഒരു ഇൻബോൺ എറർ മെറ്റബോളിക് ഡിസീസ് ആണ്. ഒരു ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ആണിത്. അതായത് ഇത് എഫക്ട് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ അമിനോ ആസിഡ് ഫീനൈൽ അനാനിൽ എന്നുള്ള എൻസൈമിനെ ട്രയോസിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ ഫിനൈൽ അനാനിൽ എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. അത് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിനൈൽ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യും, ശരീരത്തില് കുമിഞ്ഞു കൂടാനായിട്ട് തുടങ്ങും. അതുവഴി ബ്രെയിനിൽ എന്ത് ചെയ്യുന്നു, ബ്രെയിനിന് റിട്ടാർഡേഷൻ സംഭവിക്കുന്നു. അതുപോലെ ഇങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് കിഡ്നി ഡിസീസസും എന്ത് ചെയ്യുന്നു, ഉണ്ടാവും. ഇതാണ് ഫിനൈൽ കീറ്റോണൂറിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ മെന്റലിയ ഡിസോർഡേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ് പറയുന്നത്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് മെയിൻ ആയിട്ട് 3 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രോമസോംസിൽ ഉണ്ടാവുന്ന അറേഞ്ച്മെന്റ്സിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് വഴി, മാറ്റങ്ങൾ വഴി ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണ് എന്ത്, ക്രോമസോമൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് 3 പഠിക്കാനുള്ളത്. ഒന്ന് ഡൗൺ സിൻഡ്രോം, ക്ലിൻഫർട്ടർ സിൻഡ്രോം ആൻഡ് ടർണർ സിൻഡ്രോം. നമുക്കറിയാം എല്ലാവരിലും എങ്ങനത്തെ ക്രോമസോം ആണ്, 46 ക്രോമസോംസ് ആണുള്ളത്. 44 ഓട്ടോസോംസ് പ്ലസ് സെക്സ് ക്രോമസോംസ്. ഇതില് ഡൗൺ സിൻഡ്രോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈസോമി ഓഫ് 21 എന്നാണ് നമ്മൾ പറയാം. അതായത് 45 ഓട്ടോസോംസിന്റെ കൂടെ XX or XY ടോട്ടൽ 47 ക്രോമസോംസ് ഉണ്ടായിരിക്കും. അതായത് 21ാമത്തെ പെയറില് ഒരു എക്സ്ട്രാ എന്ത് ക്രോമസോമും കൂടി ഉണ്ടാവും, ഓട്ടോസോമും കൂടി ഉണ്ടാവും. അങ്ങനെ മൊത്തം 47 ക്രോമസോംസ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റേച്ചർ, സ്മോൾ റൗണ്ട് ഹെഡ്, ഫൊറൗഡ് ടങ്, പാർഷ്യലി ഓപ്പൺഡ് മൗത്ത്, മെന്റലി റിട്ടാർഡഡ്. ഇത്രയും കണ്ടീഷൻസ് ആയിരിക്കും ആ കുട്ടികളിൽ കാണാനായിട്ട് പറ്റുക. ഇനി നെക്സ്റ്റ് വൺ ക്ലിൻഫർട്ടർ സിൻഡ്രോം. ക്ലിൻഫർട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് 46 ക്രോമസോം, അതില് 44 ഓട്ടോസോംസ് ഉണ്ടായിരിക്കും. പക്ഷേ എന്ത് കൂടുതലായിരിക്കും, ഒരു എക്സ് ക്രോമസോം കൂടുതലായിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സ് ക്രോമസോം ആവാം അല്ലെങ്കിൽ വൈ ക്രോമസോം ആവാം. ഇവിടെ കൂടുതൽ എന്തായിരിക്കും, എക്സ് ക്രോമസോം കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ക്രോമസോം നമ്പർ 47 ആയിരിക്കും. അവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത് സ്റ്റെറൈൽ മെയിൽ ആയിരിക്കും, മാസ്കുലിൻ ഡെവലപ്മെന്റ്, അതുപോലെ ബ്രസ്റ്റ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടർണർ സിൻഡ്രോം ആണ്. ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ് ക്രോമസോമിന്റെ കുറവ്. 44 ഓട്ടോസോംസ് ഉണ്ടായിരിക്കും, ഒരു ക്രോമസോം, ഒരു ഒറ്റ എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ത്രീ ആണ് എന്ന് പറയാനുള്ള എക്സ് ക്രോമസോമും കുറവാണ്, പുരുഷനാണ് എന്ന് പറയാനുള്ള വൈ ക്രോമസോമും കുറവാണ്. സോ അതുകൊണ്ട് ടോട്ടൽ ക്രോമസോംസ് എത്രയാണ്, 45 ആണ്. ഇത്തരത്തിലുണ്ടാവുന്നവര് സ്റ്റെറൈൽ മെയിൽ ആയിരിക്കും, ഓവറി റുഡിമെന്ററി ആയിരിക്കും, അതുപോലെ തന്നെ സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യുന്നത് എവിടെയാണ്, ഓട്ടോസോംസിലാണ്. 45 പ്ലസ് XX ഓർ XY ആയിരിക്കും. ടോട്ടൽ 47 ക്രോമസോംസ് ആയിരിക്കും. ക്ലിൻഫർട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോസോംസിനെ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. 44 പ്ലസ് XXY അങ്ങനെ 47 ക്രോമസോംസ്. ഇനി ടർണർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോസോംസിനെ അഫക്ട് ചെയ്യുന്നില്ല. 44 പ്ലസ് X0 ഒരു എക്സ് ക്രോമസോം എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ജനറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ എടുത്തു, യെസ്, കോഡോമിനൻസ് എക്സ്പ്ലെയിൻ ചെയ്തു, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തു, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ, പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്ലിയോട്രോപ്പി, ദെൻ
ജനറ്റിക് ഡിസോർഡേഴ്സ്. നമുക്കിത് ഒന്നും കൂടെ പറയാം. എന്താണ് കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് പാരന്റ്സും എന്ത് ചെയ്യുന്നു? പുതിയ തലമുറയിലെ ആ രണ്ട് പാരന്റ്സിന്റെയും ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പ് ആണ്. പിന്നെ നമ്മൾ ആ ഒരു ABO ബ്ലഡ് ഗ്രൂപ്പിന്റെ ഫീനോടൈപ്പിന്റെ ചാൻസസ് നമ്മൾ പറഞ്ഞു, പോസിബിലിറ്റീസ് പറഞ്ഞു. ദെൻ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പറഞ്ഞു. ഹു പ്രപ്പോസ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്? സട്ടൺ ആൻഡ് ബോവറി. പിന്നെ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ പറഞ്ഞു. ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് രണ്ടോ അതിൽ കൂടുതലോ ജീനുകൾ എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറയാ. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രോമസോംസ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതുവഴി ഓഫ്സ്പ്രിങ്സിന് കോമ്പിനേഷൻ ഓഫ് ട്രൈറ്റ്സ് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ദെൻ നമ്മൾ പോളിജീനിക് ട്രൈറ്റും പ്ലിയോട്രോപ്പിയും പറഞ്ഞു. പോളിജീനിക് ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ക്യാരക്ടറിനെ ഒരുപാട് ജീനുകൾ കൺട്രോൾ ചെയ്യുന്നു. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഒരൊറ്റ ജീൻ കൺട്രോൾ ചെയ്യുന്നു. ദെൻ ജനറ്റിക് ഡിസോർഡേഴ്സ് പറഞ്ഞു. അതിലെ പെഡിഗ്രി അനലൈസിസ് നമ്മൾ പറഞ്ഞു. മെന്റലിയൻ ഡിസോർഡേഴ്സ് പറഞ്ഞു. ദെൻ ക്രോമസോമൽ ഡിസോർഡേഴ്സ് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.